കൊല്ലം നഗരത്തിലെ ബസ് സ്റ്റോപ്പുകളിൽ വെളിച്ചമില്ലാതായിട്ട് മാസങ്ങളായി. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ബസ് സ്റ്റോപ്പുകളാണ് ഒരു പ്രയോജനവുമില്ലാതെ കേടുപാട് വന്ന് നശിക്കുന്നത്. സന്ധ്യ മയങ്ങിയാൽ പിന്നെ ബസ് കാത്തുനിൽപ്പ് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഉണ്ടാകുന്നത് എന്ന പരാതി വരികയാണ്. പരിഹാരം എന്നുണ്ടാകുമെന്ന് പലതവണ പൊതുജനം ആവർത്തിച്ച് ചോദിച്ചിട്ടും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നഗരസഭ. ആഘോഷങ്ങളിൽ നഗരം മുഴുവൻ ദീപാലങ്കാരങ്ങൾ നടത്താൻ നഗരസഭയ്ക്ക് കയ്യിൽ ലക്ഷങ്ങളുണ്ട്. പക്ഷേ നഗരസഭയുടെ തന്നെ ബസ് സ്റ്റോപ്പുകളിൽ ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാൻ പണമില്ലെന്നാണ് നഗരസഭയുടെ വാദങ്ങളിൽ ഏറ്റവും പ്രധാനം. കൊല്ലത്തിന്റെ നഗരഹൃദയത്തിൽ MLA ഫണ്ടിൽ നിന്നടക്കം ലക്ഷങ്ങൾ ചെലവിട്ടാണ് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചത്. 10-ലധികം വരുന്ന ബസ് സ്റ്റോപ്പുകളുടെ നിർമ്മാണ തുക പൂർണ്ണമായും കൈമാറുകയും ചെയ്തു. പക്ഷേ ഇവിടങ്ങളിൽ സന്ധ്യ മയങ്ങിയാൽ ഇരുട്ടിനെ ഭയന്നാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. തെരുവ് വിളക്കുകളെയും വാഹനങ്ങളുടെ വെളിച്ചത്തെയും ആശ്രയിച്ചാണ് യാത്രക്കാരുടെ നിൽപ്പ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് പേടിച്ചരണ്ടല്ലാതെ ബസ് കാത്തു നിൽക്കാനാകാത്ത സ്ഥിതി. ബസ് സ്റ്റോപ്പ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വൈദ്യുതീകരണം അടക്കം നടത്താൻ പണം അനുവദിച്ചതാണ്. പക്ഷേ ലൈറ്റുകൾ എവിടെയെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ആർക്കും പറയാനില്ല. ആരാണ് ഉത്തരവാദി? നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ 2-3 മാസം കൊണ്ട് ഞാൻ ജോലിക്ക് പോന്നേ. ഇപ്പോഴൊക്കെ ഇവിടെ ആളും തിരക്കും കുറവായിരിക്കും, ഇരുട്ടുമായിരിക്കും. ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണ്. വെട്ടമില്ല. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കണം ഞങ്ങള്. ലൈറ്റ് വെട്ടമില്ലാതെ ഇരിക്കുകയാണ്, അതാണ് വിഷയം. കിടക്കാൻ പറ്റുന്നില്ല. രാത്രി കിടന്ന് ബാഗൊക്കെ അടിച്ചോണ്ട് പോകുന്നു. വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ യാദൃശ്യമായി ഇന്ന് വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ ലൈറ്റിന്റെ പിന്നെ ഈ പ്രകാശമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. ആ പ്രകാശവട്ടത്തിൽ ഞങ്ങളാണ് സാർ ഉത്തരവാദി. പ്രതികരിക്കാൻ ജനത്തിന് സമയമില്ലാത്തതാണ് നിങ്ങളുടെ ഭാഗ്യം. സാമൂഹിക വിരുദ്ധരുടെ ശല്യവും വൃത്തിഹീനമായ അന്തരീക്ഷവും കാരണം പലരും ബസ് സ്റ്റോപ്പിൽ കയറാതെ പുറത്തിറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. AR ക്യാമ്പിന് സമീപത്തെ സ്റ്റോപ്പുകളിലും കോൺവെന്റ് ജംഗ്ഷനിലെ സ്റ്റോപ്പിലും സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷം. എത്രയും വേഗം സ്റ്റോപ്പുകളിൽ വെളിച്ചമെത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോർപ്പറേഷൻ ബസ് സ്റ്റോപ്പിന്റെ പരിപാലനം ഏൽപ്പിച്ചിരിക്കുന്നത് സ്വകാര്യ കരാർ കമ്പനികൾക്കാണ്. എന്നാൽ ഇത് കൃത്യമായി പാലിക്കാത്തതാണ് മിക്ക സ്റ്റോപ്പുകളും ഇരുട്ടിലാകാൻ കാരണം. വ്യവസ്ഥകൾ പാലിക്കാത്ത കരാർ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭ തയ്യാറാകുന്നുമില്ല. കൊല്ലം നഗരഹൃദയത്തിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പിന്റെ അവസ്ഥയാണിത്. പേരിന് പോലും ഒരു തുള്ളി വെളിച്ചമില്ല. ഭയപ്പാടോടെ വേണം സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ ബസ് കാത്ത് ഇവിടെ നിൽക്കാൻ. സ്ത്രീ സുരക്ഷയെന്ന് ആവർത്തിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നടപ്പാക്കാനുള്ള ആർജവും കൂടി ഭരണകൂടങ്ങൾക്ക് ഉണ്ടാകണം. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.